ഹലോ ഫ്രണ്ട്സ്, ഒരു ചാനൽ ചെയ്യാം. അപ്പം ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ 2 ഡയറീസ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടായി. അതിനകത്ത് ഞാൻ ജേണൽ ചെയ്യണം എന്തായാലും വീഡിയോയിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഷോർട്സല്ലേ വീഡിയോ. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡയറീസ് നോക്കിയിട്ട് ഞാൻ ഈ ട്രാൻസിഷൻ ചെയ്യുന്നതാണ് നെയിൽസ് ഇട്ടിട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, വർക്കാവുണ്ടായില്ല. ഒരു കയ്യിലിട്ടിട്ട് 2 കയ്യിലും ഇട്ടിട്ട് വീഡിയോ ഓണാക്കാൻ പറ്റുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ആ ഒരു കയ്യിൽ ഊരാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെയോ മുട്ടൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഓണാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, മറ്റേ വേറൊരു ട്രെയിൽ ഒരു ഹാൻഡിൽ മാത്രമേ ഇട്ടുണ്ടായുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണ പോലെ ഞാനും ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കണ്ടായി, ഗുഡ് എന്തൊക്കെയോ കാണിക്കണ്ടായി. കുറേ നേരം ഇതിട്ട് കാണിച്ച് ചുമ്മാ സമയം കളഞ്ഞു. അപ്പം ഇന്നത്തെ ഈ ഒരു പർപ്പിൾ ഡയറിയും ഈ ഒരു പിങ്ക് ഡയറീനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത്ര നേരം എടുത്തെന്ന് പറഞ്ഞു ഈ 2 ഡയറി ചൂസ് ചെയ്യാൻ ഏതിലാണ് ജേണൽ ചെയ്യേണ്ടത്. എൻ്റെ പൊന്നൊന്നും പറയണ്ട. പർപ്പിൾ വേണമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു. അപ്പോൾ വേണ്ടാന്ന് ഞാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, പിങ്ക് ഡയറി എടുക്കണതിന് മുമ്പ് എനിക്ക് പർപ്പിൾ ഡയറി ഞാൻ 10 മണിക്കൂർ അവിടെ തന്നെ വിളിച്ചിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തിനാ, എടുക്കണോ വേണ്ടയോന്ന്. ഈ 2 ഡയറി നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ 2 ഡയറി വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഏത് ഡയറിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു പിങ്ക് ഡയറി യൂസ് ചെയ്തു. പിങ്ക് ഡയറിയാണ് എടുത്തേക്കണേ. ആ നെയിൽസ് ഞാൻ എടുത്തിട്ടു. കാരണം എൻ്റെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നേരെയാക്കി വെക്കണേ ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നെയിൽസ് വെക്കണേ ചെയ്തതാണ്. അപ്പോൾ ഈ പിങ്ക് ഡയറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ എൻ്റെ ഇതിനകത്ത് വേറൊരു ഷീറ്റ്സ് മറ്റേ എൻ്റെ ബെഞ്ചിലേ ഒരു വൈറ്റ് ഷീറ്റ് ഞാൻ ഇട്ടുണ്ടായി. അത് കാരണം നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറന്നുപോയി. എന്താണെന്നറിയോ, ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ ജേണൽ കിറ്റ് വെച്ചിട്ടുണ്ടായി. അതിനകത്താണ് ഞാൻ ഉണ്ടാക്കിയ പക്കല സാധനങ്ങളും. മിക്കതും അതിൻ്റെ ഉള്ളിലാണ്. ഒന്നും ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിട്ടില്ല. ഇത് ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പൊന്നോടെ സ്ഥലം ഉണ്ടായില്ല. ഞാൻ ഡയറി മാറ്റി വെച്ച് കാണിക്കുമ്പോൾ തിരിഞ്ഞായിപ്പോയി ഗൈസ്. ജേണൽ കിറ്റും നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തിരിഞ്ഞാണ്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് താഴ്ത്തോട്ട് വീഴാറായി. എനിക്ക് അച്ഛൻ്റെ എന്ത് കിട്ടുന്നതിന് മുമ്പ് ഞാനത് നേരെയാക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനത് എൻ്റെ പണ്ടത്തെ ജേണൽ ഡയറി അതെനിക്ക് തീർക്കാൻ തോന്നുന്നില്ല. കാരണം എൻ്റെ പുതിയ ഡയറിയിൽ എനിക്ക് ചെയ്യാൻ തോന്നി. അതുകൊണ്ട് ഞാൻ തീർത്തിട്ടില്ല. അപ്പോൾ ഞാനെൻ്റെ പല പൊട്ടായ തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ജേണൽ ചെയ്ത് ഞാൻ കുറേ വീഡിയോസ് കിട്ടുക. അത് നമ്മളിങ്ങനെ വലിച്ചടി കളഞ്ഞപ്പോഴാണ് വേറെ സ്ഥലത്താണ് ഞാൻ വീണത്. അത് കഴിഞ്ഞിട്ട് വീഡിയോ കിട്ടിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചൊക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, താഴെ വെച്ചിട്ട് അത് തുറന്നിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ ആ പിങ്ക് ഡയറി എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി പൊടികളൊക്കെ ഉണ്ടായി. കാരണം ഞാൻ എൻ്റെ കയ്യിലല്ലേ കിട്ടിയേക്കുന്ന സാധനം. അതുകൊണ്ട് അപ്പോൾ അതെ ഇതിൻ്റെ കവറെടുത്ത് മാറ്റി വെക്കുക. കാരണം അതിനകത്ത് വല്ല പൊടി വന്നാലോ. ആ 2 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കവറ്. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പിങ്ക് ഡയറി എടുത്തിട്ട് ക്യാമറ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിച്ച് പണ്ടാരടക്കി കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ ഡയറിയിൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഈ ഡയറി ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾ ഈ ഡയറി എന്തിനായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞാനകത്ത് ജേണൽ ബുക്ക് എന്നാണ് ഞാൻ എഴുതിയൊക്കെ നിന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പേന പോലും കാണാനുള്ള ഗൈസ് എവിടേക്കോ. അപ്പോൾ ഞാൻ ഒരു ബ്ലൂ സ്കെച്ച് എടുത്തു. അത് ഞാൻ യെല്ലോ സ്കെച്ച് എടുത്തു കഴിഞ്ഞിട്ട് ബ്ലൂ സ്കെച്ച് എടുത്തു. അപ്പോൾ എനിക്ക് തെളിയൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ സ്കെച്ച് വേറെ ഇരിക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ സ്കെച്ച് ഞാൻ ട്രെയിലിട്ടുണ്ടായി. എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനതെടുത്തു. എനിക്കൊരു മടിയാണ് അതെടുത്തു കിറ്റിലെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ട്രെയിലിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിനകത്ത് ജേണൽ ബുക്ക് എന്ന് എഴുതാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. ഈ ജേണൽ ബുക്ക് എന്ന് എഴുതാൻ തന്നെ 10 മണിക്കൂറാണ് ഞാൻ എടുക്കുന്നത്, മനസ്സിലാവുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ കുറേ എക്സ്പ്രഷൻ ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടായി. ജേണൽ ബുക്ക് വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ്, അതൊന്നും നോക്കണ്ട നിങ്ങൾ. അപ്പോൾ ഈ ജേണൽ ബുക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇതിനകത്ത് ഞാൻ ഒരു പേജ് വിട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയറിയിൽ ഞാനൊരു പേജ് വിട്ടിട്ടായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ജേണൽ കിറ്റ് ഞാൻ എടുത്ത് എനിക്കൊരു അസ്വസ്ഥത തോന്നി. എനിക്കിനി കുനിഞ്ഞിട്ട് എടുക്കണ്ടേന്ന് അത്രയ്ക്കും മടിയാണ്. അപ്പോൾ ഞാൻ ഈ പൈലറ്റ് കളർ സാധനമില്ലേ, അത് വേണ്ടായിരുന്നു. അതൊക്കെ എവിടേക്ക് എന്തിനൊക്കെയാണ് കൊണ്ടുവച്ചതെന്ന് പോലും എനിക്കറിയില്ല. ഒക്കെ ഞാൻ കൊണ്ടുവച്ച് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറേ പാറ്റേൺ പേപ്പേഴ്സും ഗ്രിഡ് ലൈൻസും പിന്നെ മിനി ജേണൽ ബുക്ക് വേറെ ഉണ്ട് ഗായ്സ്. ഇതൊക്കെ തീർക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിപ്പോൾ 4 ബുക്കായി. പിന്നെ സ്റ്റിക്കർ സ്റ്റാമ്പ്സ് എനിക്കിഷ്ടമല്ലാത്തൊരു സാധനം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ടായി ഷേപ്പൊക്കെ. അതൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എല്ലാവരും പോയി കാണാം. 2 ജേണൽ
ജേണൽ ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കണമല്ലോ കേട്ടോ. ഞാനിങ്ങനെ ജേണലിലോട്ട് ബുക്കിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എടുത്തേക്കുന്നത് ഗ്രിഡ് ലൈൻസ് ആണ്. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡയറിയാണ്. മുമ്പിലത്തെ എൻ്റെ ചേട്ടൻ ചെയ്ത ഒരു കലാവിരുദ്ധമാണ്. അപ്പം ഞാനത് തന്നെ മുമ്പിൽ തന്നെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പിങ്ക് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് തപ്പം അധികം ഇതില്ലെങ്കിലും എൻ്റെ പൊന്ന് ഗൈസ് പിങ്ക് ഉണ്ടായി അതിനകത്ത്. ഞാൻ നേരത്തെ ഒരു പിങ്ക് ജേണൽ ചെയ്തുകൊണ്ട് അത് ഇല്ലയെന്ന് എനിക്ക് തോന്നി. വേറെ എടുക്കാൻ നോക്കിയപ്പോൾ പിങ്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ പോസ് ചെയ്തിട്ട് കീറി എടുത്തിട്ടുണ്ടായി. കീറി എടുത്തപ്പോൾ 10 മണിക്കൂർ അവിടെ തന്നെ ഞാൻ വെച്ചു. എനിക്ക് പോസാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അത് ഇതേപോലെ സൈഡിൽ കട്ട് ചെയ്യാണ്. ഇതേപോലെ ഞാനിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇത്തിരി കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് ആ ഷേപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഷേപ്പ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പണ്ടേ എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഈ ഫെവി സ്റ്റിക്ക് ഞാനിപ്പോൾ ജേണൽ ചെയ്യാൻ എടുത്തിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടില്ല. അത് ഒട്ടില്ല മര്യാദയ്ക്ക്. എത്ര ഒട്ടിച്ചാലും എന്തിലൊട്ടിച്ചാലും എല്ലാം എൻ്റെ കയ്യിലാണത്. അതിനകത്ത് ആവണില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് അത് ഒട്ടിക്കേണ്ടി വന്നു. ഇതല്ല ഒട്ടിക്കേണ്ടി വന്നത്, വേറെ ഒരെണ്ണമാണ്. അത് കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ അതെ അടുത്ത അതിൻ്റെ പുറകിലും കൂടി ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ കോർണർ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ കോർണർ വെച്ചല്ല കട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോർണർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ വലിയതായിരിക്കും കിട്ടുന്നത്. വലിയതാകുമ്പോൾ എനിക്ക് ഫുള്ള് എൻ്റെ ജേണൽ സാധനങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് ജേണൽ സാധനങ്ങൾ ഫുള്ള് ഉപയോഗിക്കണം. അതാണ് എൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഫെവി സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ഒട്ടിച്ചു കണ്ടിട്ട് മാറ്റി വെച്ചിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ കുറേ എക്സ്പ്രഷനൊക്കെ ഇടേണ്ട. എനിക്ക് എന്തിനാണെന്നറിയില്ല. എന്നിട്ട് ഞാൻ ഇതേപോലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഒടിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി വരെ ഇതിനകത്ത് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് തബല കൊട്ടുണ്ടായി. എന്നിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. എനിക്ക് ആദ്യത്തെ തൊട്ട് എനിക്കിഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ളത്. അത് ബുക്കിൻ്റെ ആണോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലത്തെ തന്നെ പാറ്റേൺ പേപ്പേഴ്സ് നോട്ട്സ് കൊടുത്തു. ഞാൻ പല ഷേപ്പ്സും കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പാറ്റേൺ പേപ്പേഴ്സ്. ഇനി തീരുമോയെന്ന് എനിക്കിങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമാണ്, പക്ഷേ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം വീഡിയോ എടുക്കണതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ആകെ 3 പ്രാവശ്യമാണ് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അല്ലെങ്കിൽ ഞാൻ ഈ സാധനം തൊട്ടിട്ടും കൂടിയില്ല. സത്യമായിട്ട് ഞാൻ പറയണേ. ഓക്കെ, അപ്പോൾ ഞാനത് കീറി എടുത്തിന്. ബബിൾസ് വൈലറ്റും പിങ്കും ആയിട്ടുള്ള ബബിൾസ് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. കീറി എടുത്തിട്ട് ഇതേപോലെ ഒട്ടിക്കാൻ നോക്കുമ്പോഴാണ് വേറെ പണി കിട്ടിയത്. ഫുള്ള് സ്ഥലം ഇതിനകത്ത് തന്നെ പോവുക. എനിക്ക് 2 സൈഡിലും അത് ഒട്ടിക്കണമായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, എന്താണെന്ന് വെച്ചാൽ അത് ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടേ ഇപ്പോൾ എനിക്ക് ചിലതൊക്കെ വിട്ടുപോവാണ് ഗൈസ്, മറന്നു പോകണം. ഞാൻ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മറ്റേത് വിട്ടുപോയത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഇതേപോലെ സാധനം ഞാൻ കീറി കൊടുത്ത് സൈഡിൽ മാത്രമായിട്ട് ഇത്തിരി കീറി നടുക്കുന്ന് കീറിയിട്ടുണ്ട്. ഞാൻ കീറിയിട്ട് 2 സൈഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതാക്കി കീറി. അപ്പോൾ ഞാനിങ്ങനെ കീറിയിട്ട് 2 സൈഡിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ലൈവായിട്ട് ഫെവിക്കോൾ എനിക്ക് എപ്പോഴും എൻ്റെ പേര് തളരിക്കും. ഫെവി സ്റ്റിക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും വെളിച്ചം തന്നെയായിരിക്കില്ലേ. ഇപ്പോൾ ഞാൻ ജനൽ തുറന്നിട്ടുകൊണ്ടാണ് എനിക്ക് ഇത്രയും വെളിച്ചം കിട്ടിയത്. ഇനിയിപ്പോൾ അത് അടയ്ക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു എന്നാലും സീനില്ല. എന്നിട്ട് ഞാൻ ക്യാമറയിലൊക്കെ നോക്കി കണ്ണൊക്കെ അടച്ച് വീണ്ടും എക്സ്പ്രഷൻ. എനിക്ക് എന്തിനാണെന്നറിയില്ല കേട്ടോ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടണേ. എന്നിട്ട് ഇതേപോലെ സൈഡിൽ ഒട്ടിച്ചെടുത്ത് ഇങ്ങനെ 4 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഒട്ടിച്ചു കൊടുത്ത് ഞാനവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ്. 2 സൈഡിലുമാണ് ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇത്തിരിയും കൂടി ഉറപ്പിൽ വീണ്ടും ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി കേട്ടോ. എന്താണെന്നറിയില്ല, അത് ഫുള്ള് പറഞ്ഞു വരുവാണ്. ഞാൻ ഒട്ടിക്കണേൻ്റെ സീനാണോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഞാൻ ഇതേപോലെ പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ വീണ്ടും ഒട്ടിച്ചു കൊടുക്കണ്ടായി. നിങ്ങൾ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് പോലെ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, ഇത് ഇത്തിരി സമയമൊക്കെ പോവും. എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി സൈഡിലൊക്കെ. എന്താണെന്ന് വെച്ചാൽ പശയൊക്കെ കയ്യിലൊട്ടി പിടിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അത്ര വരെ അയക്കണു. അപ്പോൾ ഇനി ഞാൻ അടുത്തത് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണട്ടെ, എനിക്കറിയില്ല എന്താ എടുക്കണേന്ന് കേട്ടോ. നമ്മളെ സ്റ്റിക്കറാണ് എടുക്കുന്നത്. അതെ സ്റ്റിക്കർ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കണെയാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്. അത്ര രസമൊന്നുമില്ലെങ്കിലും പക്ഷേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിക്കണ ഒരു വേറെ വൈബാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച്
ചിലർക്ക് എല്ലാം ഞാൻ സ്റ്റിക്കേഴ്സ് എടുത്തപ്പോൾ തൊട്ട് എല്ലാം മിക്കതും പറഞ്ഞു വന്നിട്ടുണ്ടായി. ഇതല്ല കേട്ടോ, വേറെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഗോസ്റ്റും ലவ்വാണ് എടുത്തിട്ടുണ്ടായത്. ലവ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പിങ്കിലും ലവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അപ്പം ഞാൻ ലവ് തന്നെയാണ് ആദ്യം എടുത്തത്. പിന്നെ അടുക്കി പതുക്കി ഞാൻ വച്ചിട്ടുണ്ടായി. എനിക്ക് എന്തായാലും അടുക്കി പതുക്കി വെച്ചില്ലെങ്കിൽ ഒരു രസമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. ഈ എൻ്റെ കാര്യം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ക്രാഫ്റ്റ് ഐറ്റംസ്. ബാക്കി തുണിയെല്ലാം ഞാൻ വലിച്ചു വരിക ഇടുന്നത്. ക്രാഫ്റ്റ് ഐറ്റംസ് വൃത്തിയായിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടല്ലോ അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് മനസ്സിലായല്ലോ, അത്രയും മതി. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ ലവ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. എൻ്റെ കോർണറിലാണ് ഞാൻ സ്റ്റിക്കി സ്റ്റാമ്പ്സ് അല്ല ഒട്ടിച്ചു കൊടുത്തത്, അതിനൊക്കെ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് വെള്ളം വച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കൂടി നല്ല പശയാവും. പക്ഷേ എനിക്കിനി വെള്ളം പോയി എടുക്കാതൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗോസ്റ്റും ഞാൻ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റിക്കി സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തതാണ് ഇത്. ഇതിനകത്ത് പിങ്ക് കളറാണ് എടുത്തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ വേറെ രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്കിത് കട്ട് ചെയ്യാനും മടിയാണ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട്. അതുകൊണ്ട് എന്തോ ഞാനതൊരു പിങ്കാണ് ഞാൻ എടുത്തേക്കണത്. ഒരു എന്താ പറയുക, ഒരു പൂക്കളുള്ള ഒരു പിങ്ക് എടുത്ത് ഞാൻ റൗണ്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ ഇനി 10 മണിക്കൂർ എടുക്കും, എന്താകുമോ എന്തോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് 3K ആവാൻ പോവാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ അതെ, ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3K ആവാൻ പോവുകയാണ് നമുക്ക്. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തു. ഞാൻ എന്തൊക്കെയോ പറയണ്ടേ, എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്താ പറയണേന്ന്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വേറെ മൈൻഡാണ്. എനിക്ക് പൊട്ടത്തരല്ലാണ്ട് ഞാൻ പറയില്ല. പക്ഷെ ചെയ്യണേന് എനിക്ക് സീനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതേപോലെ എടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് കളയണയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാനൊരു പശ എടുത്തിട്ട് സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഫസ്റ്റത്തെ പേജിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു ഞാൻ, കണ്ടോ. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യാൻ പോകണം എന്താ, നോട്ട്സാണ് ഒട്ടിച്ചെടുക്കാൻ പോണേ. നോട്ട്സിൽ ഞാൻ പിങ്ക് എടുത്തിട്ടുണ്ട്. സൈഡിൽ എല്ലാ സൈഡിലും ഞാൻ ബ്ലൂവും പിങ്കും ഇങ്ങനെ വെറൈറ്റി കളേഴ്സ്. പൂ മാത്രം എല്ലാം ബ്ലൂ ആയിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിങ്ക് എടുത്തു. പിങ്കിൽ ഞാൻ പൂവിന് ബ്ലൂ ആണെങ്കിലും സൈഡിൽ പിങ്ക് ആയതുകൊണ്ട് ഞാൻ അത് കീറിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കീറിപ്പോന്നൊക്കെ നല്ലോണം വിചാരിച്ചിട്ടുണ്ടായില്ല. കാരണം ഞാനത് കുറേ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞേക്കാണ് കീറിപ്പോന്ന് വിചാരിച്ച്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒച്ച കേട്ടോ, ഞാൻ ആ തലയിൽ വെക്കണ സാധനമില്ലേ അതിൻ്റെ ഒച്ചയാണ്, നല്ലല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയിക്കണു. ഓക്കെ, അടുത്ത വെച്ചാൽ നോട്ട്സ് ഞാൻ നടുക്കൊട്ടിക്കാനാണ് വിചാരിച്ചത്. നടുക്കാണെങ്കിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് കാണില്ല സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും പകുതി വെച്ച് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ മേളിൽ നിന്ന് ഇത്തിരി കട്ട് ചെയ്തിട്ടുണ്ടായി. മേളിൽ നിന്ന് ഇത്തിരി കട്ട് ചെയ്തിട്ട് നടുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഒട്ടിച്ചു കൊടുത്തപ്പോൾ എന്തായി, വീണ്ടും ഇതേപോലെ തന്നെ എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ ഞാനതെന്താ ഇങ്ങനെ മടക്കണം എങ്ങനെയാണെന്നറിയോ? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ വിട്ടുപോണു കാര്യങ്ങൾ. മടക്കണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നടുക്കുന്ന് ഇങ്ങനെ ഒരു വര പോലെ വരണം. എല്ലാ വീഡിയോസിലും കാണുന്ന പോലെയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ പശ വിട്ടുപോയതുകൊണ്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ വാരിക്കോരി ഒട്ടിച്ചു കൊടുത്തത്. എനിക്ക് പ്രാന്താവണ്ടായി. എത്ര നേരമായിരുന്നോ ഞാൻ അത് ഒട്ടിച്ചുകൊണ്ടിരിക്കണത്. വീണ്ടും ഞാൻ ഇതേപോലെ ആക്കിയപ്പോൾ എന്തായി, ഇതേപോലെ കിട്ടി. കണ്ടോ, ഇത്ര ആയിക്കണു നമ്മുടെ ജേണൽ. അതിനാണ് നിങ്ങൾ 20 മിനിറ്റ് കാത്തിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനാണ് ഞാൻ 20 മിനിറ്റ് എടുത്തത്. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ നോക്കണം എന്താണെന്നറിയോ, ഈ എത്ര മിനിറ്റായി എന്നാണ്. ചുമ്മാ ഞാൻ വിചാരിച്ചു 30 മിനിറ്റൊക്കെ ആവുമെന്ന്. പക്ഷേ 20 മിനിറ്റ് ആയിട്ടുണ്ടായുള്ളൂ, സീനില്ല. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പ്ലെയിൻ പേപ്പേഴ്സാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അത് ഞാൻ വീഡിയോസ് നോക്കി ഒന്നും ഉണ്ടാക്കിയതല്ല. എല്ലാം ഞാൻ വീഡിയോസ് നോക്കിയതല്ല ഉണ്ടാക്കിയേക്കണം. പക്ഷേ ഞാൻ അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയൊരു പ്ലെയിൻ പേപ്പേഴ്സാണ്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചുമ്മാ ഒരു ബോറടിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇങ്ങനെ പ്ലെയിൻ പേപ്പേഴ്സിനൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് പേരിട്ടിക്കണു. ഓക്കെ, അടുത്തത് ഞാൻ പിങ്കാണ്. പക്ഷേ വീഡിയോ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പർപ്പിളും പിങ്കും ഒരേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ പിങ്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചപ്പോൾ എൻ്റെ അമ്മ വേറെ പണി എന്താണെന്നറിയോ, ഇത് ഒട്ടിക്കാൻ സ്ഥലമില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നടുക്ക്
ഇത്തിരി ഇങ്ങനെ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചപ്പോൾ ആശ്വാസമായി, സമാധാനമായി, ശരിയായിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഈ ഗ്ലൂ സ്റ്റിക്ക് എടുത്തു. എനിക്ക് ഗ്ലൂ സ്റ്റിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, എല്ലാ ജേർണൽസിലും ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്യണതുകൊണ്ടല്ല, കാരണം ഇത് എന്ന് പറഞ്ഞാൽ പേജസ് കീറിപ്പോവില്ല. കാരണം നമ്മൾ ഈ ഫെവിക്കോൾ എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ, പേജസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് അതിനകത്ത് മറ്റേ വെള്ളം പോലത്തെ ഒരു ലിക്വിഡ് പോലത്തെ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഫെവിസ്റ്റിക്ക് ഇടുന്നത്. പക്ഷേ അതിനകത്ത് ഞാനിപ്പോൾ തബല കൊട്ടുകയാണ് ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുണ്ടായില്ല. അപ്പോൾ ഇത്ര ഉള്ള കാര്യം എന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നീ അറിയില്ലല്ലോ, ഇത്രയും നേരം ഇരുന്ന് ഞാൻ ഫെവിസ്റ്റിക്ക് ഒട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതേപോലെ മടക്കി കൊടുത്തു. എൻ്റെ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മടക്കി കൊടുത്തു. നല്ലതായിട്ട് കിട്ടി. അപ്പോൾ കൈ ചൊറിഞ്ഞോണ്ടിരിക്കണമെന്നറിയോ, കയ്യിൽ ആ സാധനമായിട്ടാണ് ഞാനിങ്ങനെ ക്ഷയിക്കാണ്ട് തുടങ്ങാതെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മിനി പേപ്പേഴ്സ്. അതെ മിനി പേപ്പേഴ്സാണ്. ഇതെന്ന് വെച്ചാൽ ഗ്രിഡ് ലൈൻസാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ പിങ്കിലെ ഗ്രിഡ് ലൈൻസും ക്രോസ് ലൈൻസും വരച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കളറിലും ഗ്രിഡ് ലൈൻസും ക്രോസ് ലൈൻസും വരച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ. കാണിക്കണമെന്നുണ്ട്, എനിക്ക് എടുത്തു വെക്കാനുള്ള മടി കാരണമാണ് ഞാനത് കാണിക്കാത്തത്. അതേ ഉള്ളൂ. ഞാൻ വീണ്ടും വേറെ വീഡിയോയിൽ കാണിക്കാം. നിങ്ങളിത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അറിയായിരിക്കും, അറിയില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ജേണൽ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രിഡ് ലൈൻസ് ഞാൻ ഇതേപോലെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ അത് വീണ്ടും പറഞ്ഞു വന്നു, പണ്ടാരണിങ്ങായിട്ട് വീണ്ടും അത് പൊളിഞ്ഞു വന്നു. അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തു. ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മേളിൽ ഇത്തിരി ഡിസ്കസ്റ്റിങ് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേറെ ഇത് ഞാൻ തയ്യൽ മെഷീൻ കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു. അങ്ങനെ കുത്തു വന്ന് അതിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ കളർ അടിച്ച് ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഇത് മറ്റേ എങ്ങനെ ചെയ്യണ്ടേന്നൊരു ഇതുണ്ടായില്ല. കാരണം ഞാൻ എല്ലാം ലാസ്റ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഐഡിയാസും ഞാൻ വേറെ പേപ്പേഴ്സിലൊക്കെ ചെയ്തു. ഇനി ഈ പേപ്പേഴ്സിൽ സെയിം ആക്കി കഴിഞ്ഞൊരു വൃത്തികേടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല. ഇതെല്ലാം അതിനകത്തൊരു ഷീറ്റ് ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 2 ഉള്ളതിൻ്റെ ബാക്കി. അതിനകത്ത് ഞാൻ ഒരു പെർപ്പിൾ എന്ന് പറയാമല്ലോ, പെർപ്പിൾ ഉണ്ടായുള്ളൂ. പിങ്ക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഇനി പിങ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഞാനല്ലേ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കണ്ടായി. ഇത് ഞാൻ സെക്കൻഡ് പേജിലാണ് ഒട്ടിച്ച് കൊടുക്കണ്ടായത്. ഞാൻ വീണ്ടും ഇങ്ങനെ അമർത്തി കൊടുക്കണ്ടായി. ഇനി അത് പറഞ്ഞു അത് എന്നെക്കൊണ്ട് ചെയ്യാൻ വയ്യ, എനിക്ക് മടുത്ത് പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഈ സ്റ്റിക്ക് മാറ്റി വെച്ച് ഇനി ലാസ്റ്റ് വൺ എന്താണെന്നറിയോ, മറ്റേ എന്തുട്ടാ എല്ലാവരും ഞാൻ തന്നെ പറയണ്ടല്ലോ ലാസ്റ്റ് വണ്ണാണെന്ന്. ഇതാണ്. ഇത് ക്ലാസ് ഷീറ്റിൽ ഞാൻ ഇങ്ങനെ പണ്ടത്തെ ഇംഗ്ലീഷ് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഞാൻ വെട്ടിക്കീറി വെച്ചത്. അതിനകത്തൊരു ബ്രൗണിഷ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കളറും ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ വേണ്ട എക്സ്പ്രഷൻ എൻ്റെ അമ്മേ. ഓക്കെ, ഓവറാണെന്ന് വിചാരിക്കണ്ട. എനിക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കണം ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിത് 3 വെച്ച് ഒട്ടിച്ച് കൊടുക്കണ്ടായി. എൻ്റെ പൊന്നു മോനെ, ഫസ്റ്റത്തെ ജേണലിൽ വീഡിയോസ് നിങ്ങൾ നോക്കിയത് ഫസ്റ്റത്തെ ജേണലുണ്ട് കേട്ടോ. അതിനകത്ത് ഒന്നും പറയണ്ട. ഈ സാധനം ഞാൻ ഉണ്ടല്ലോ തുറക്കാൻ നോക്കിയപ്പോൾ ഇത് ഞാനിങ്ങനെ കീറാൻ നോക്കിയപ്പോഴേ എൻ്റെ വിചാരം ഈ ഗ്ലാസ്സിലെല്ലാം ഒട്ടിച്ചേക്കണം, സ്റ്റിക്കേഴ്സിന് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് പറയണമല്ലോ ഇത് പറയുന്നു. എൻ്റെ മുന്നേ അതൊക്കെ കീറി പോന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോ എടുത്തു ഗൈസ്. ഓക്കെ, എന്നിട്ട് ആ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും ആ സാധനം കീറിപ്പോന്ന് കാണിച്ചിട്ടുണ്ടായി. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇത്തിരി വിട്ടു പോകുന്നതായിരുന്നു എടുത്തിട്ടുണ്ടായി, അതുകൊണ്ട് സീനൊന്നും ഉണ്ടായില്ല. പിന്നെ വിട്ടു വരെ തുറന്നു കൊടുത്തു. എന്നാലും അത് ഞാൻ ഇങ്ങനെ നേരത്തെ ആക്രാന്തത്തിൽ ഞാൻ വേഗം എടുത്ത് മുറിച്ചുകൊണ്ടാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ തിരുകമ്പനം എപ്പോൾ ചെയ്തപ്പോൾ ഒരു സീനും ഉണ്ടായില്ല. ഇപ്പോൾ കൈ കണ്ടില്ലേ, ഇതേപോലെ തണക്കുമ്പോൾ ചെയ്യണ പോലെ ചെയ്തോണ്ടിരുന്നു. അപ്പോൾ 1 2 3 എന്ന് കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ലാസ്റ്റ് ജേണി ഞാൻ കാണിച്ചിട്ട് പോകണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം. എങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് കാണിച്ചത് ഞാൻ വീണ്ടും കാണിച്ചു ഗൈസ്. ഓക്കെ എനിക്ക് പറയാനൊന്നും കിട്ടണില്ല. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ തമ്പനെയിലിടാൻ വേണ്ടി ഫോട്ടോസ് എടുക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമ്പനെയിലെടുക്കാൻ വേണ്ടി ഞാൻ ചിരിച്ചിട്ടൊക്കെ ഇരിക്കണം. ഇപ്പോൾ ശരിക്കും അറിയില്ലാത്തതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ തമ്പനെയിലിടാൻ എനിക്കിനി വയ്യ ഗൈസ്. ഇനി തുറന്നിട്ട്
ഫോട്ടോസ് എടുക്കാൻ. അപ്പം ഇനി ഇതേപോലെ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് ഞാനപ്പോൾ പറയണത്. അപ്പോൾ ലാസ്റ്റ് ലുക്ക് നമ്മുടെ ഈ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ജേണൽ സപ്ലൈസ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.